അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് പറയുന്നത്. നമുക്ക് നേരെ ആദ്യത്തെ പ്രവർത്തനം നോക്കാം. 4ാം ക്ലാസ്സിലെ ഏറ്റവും സിമ്പിളായ വിഷയമാണ് അഖ്ലാഖ്. ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. 1. സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. എന്താണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ഇടതുഭാഗത്ത് കാണാം, നന്മകളാണ്. നന്മ ചെയ്തവരാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ. 2. നരകത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. എന്ത് ചെയ്യുമ്പോഴാണ് നരകത്തിലേക്ക് പോകുന്നത്? ഇടതുഭാഗത്തുണ്ട്, തിന്മകളാണ്. 3. സഹജീവികളെ നാം ഡാഷ്. ഏതാണ്? സ്നേഹിക്കണം. സഹജീവികളെ നാം സ്നേഹിക്കണം. 4. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിലെ അതിസമ്പന്നനായിരുന്നു. ആ പേര് എഴുതുക. മൂസാ നബിയുടെ ജനതയിൽ അതിസമ്പന്നനായ ആൾ, അത് ഖാറൂൻ. ഫസ്റ്റ് കാണാം. 5. കിബിർ ഉള്ളവരെ ഡാഷ്. എന്താണ്? എല്ലാവരും വെറുക്കും. കിബിർ ഉള്ളവരെ, അഹങ്കാരികളെല്ലാവരും വെറുക്കും. 6. വിനയമുള്ളവരെ ഡാഷ്. എന്താണ്? വിനയമുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടും. 7. മനസ്സിലുള്ള ദുഷിച്ച ചിന്ത. മനസ്സിലുള്ള ദുഷിച്ച ചിന്ത ശരീരത്തെ തളർത്തും. പൂർത്തിയാക്കാം. രണ്ടാമത്തെ പ്രവർത്തനം. ചോദ്യം 1. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഡാഷ്. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ബുദ്ധിയാണ്. അത് നമ്മുടെ പാഠത്തിലെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവർ എന്നുള്ള പാഠത്തിലെ ഫസ്റ്റ് വരിയിൽപ്പെട്ടതാണ്. 2. ലഹരി മനുഷ്യനെ ഡാഷ്. ലഹരി മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നു. അതും ആ വരിയിൽപ്പെട്ടതാണ്. 3. മദ്യപാനിയുടെ ഇഹലോകത്തെ ശർഈയായ ശിക്ഷ. ഇത് ചിലപ്പോൾ ചോദ്യമായിട്ടും വരും. മദ്യപാനിയുടെ ഇഹലോകത്തെ ശർഈയായ ശിക്ഷ എന്താകുന്നു? എന്താണ്? 40 അടിയാണ്. ദുനിയാവിൽ കിട്ടുക ഇസ്ലാമിക ഭരണകൂടത്തിൽ കള്ള് കുടിച്ചാലുള്ള ശിക്ഷയാണ് 40 അടി. 4. ലഹരിക്ക് അടിമപ്പെട്ടവർ ദുനിയാവും ആഖിറവും ഡാഷ്. ലഹരിക്ക് അടിമപ്പെട്ടവർ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവരാണ്. അതൊക്കെ ആ പാഠത്തിൽപ്പെട്ട ചോദ്യങ്ങളാണ് പൂർത്തിയാക്കാന്നുള്ള പ്രവർത്തനം മുഴുവനും. അടുത്തത് 2 വീതം എഴുതാനുള്ളതാണ്. 1. സത്യവിശ്വാസികൾ തമ്മിലുള്ള പ്രധാന കടമകൾ. അതിൽ നിന്ന് 2 മാത്രം ഇപ്പോൾ എഴുതാം. 1. സൽക്കർമ്മങ്ങൾ കൽപ്പിക്കുക. 2. ദുഷ്കർമ്മങ്ങൾ തടയുക. 2. വിനാശകരമായ 7 വൻപാപങ്ങൾ. 7 വൻപാപങ്ങൾ പറയുന്നുണ്ട് പാഠത്തിൽ. അതിൽ നിന്ന് 2 എഴുതാനാണ്. അതിലൊന്ന് കൊലപാതകമാണ്. മറ്റൊന്ന് സിന, വ്യഭിചാരം. പിന്നെ മറ്റൊന്ന് മോഷണം. അത് വിശദമായിട്ട് ലാസ്റ്റ് പാഠത്തിൽ തന്നെ ഉണ്ട് കേട്ടോ, ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. 3. അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ. അഹങ്കാരികളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വലിയവനാണെന്ന് നടിച്ച് ഗമയിൽ നടക്കുക. മറ്റുള്ളവരെ നിസാരമായി കാണുക. മറ്റൊന്ന് ജനങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയുക. മറ്റൊന്ന് പൊങ്ങച്ചം പറയുക.
നാലാമത്തെ ചോദ്യം, കുടുംബ ബന്ധം പുലർത്തുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണത്തിൽ വിശാലത ലഭിക്കും, ദീർഘായുസ് ലഭിക്കും, സ്നേഹം വർദ്ധിക്കൽ, ധനം വർദ്ധിക്കൽ. ഇതൊക്കെ അർദ്ധവാർഷിക പരീക്ഷയിൽ വന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി ഉത്തരം എഴുതാം. 1. കുടുംബക്കാരെ സന്ദർശിക്കാൻ സാധിക്കാത്തവർ ബന്ധം സ്ഥാപിക്കണം. എങ്ങനെയെല്ലാം? അത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. കത്തയച്ചും വിവരം പറഞ്ഞയച്ചും ഫോൺ വഴിയും ബന്ധം സ്ഥാപിക്കണം. 2. ധൂർത്ത് എന്നാൽ എന്താണ്? എന്തിനാണ് ധൂർത്ത് എന്ന് പറയാ? അനാവശ്യമായി ധനം ചെലവഴിക്കലാണ് ധൂർത്ത്. 3. അസൂയാലു ചിന്തിക്കുന്നത് എങ്ങനെയാണ്? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. നല്ലതെല്ലാം തനിക്ക് മാത്രം, മറ്റുള്ളവർക്ക് ഒരു നന്മയും ഉണ്ടാവരുത്. ഇങ്ങനെയാണ് അസൂയാലുക്കൾ ചിന്തിക്കുക. 4. നരകത്തിലെ തീക്കനലാണോ നിങ്ങൾ കയ്യിൽ അണിയുന്നത്? ഇത് ആരോടാണ് നബി തങ്ങൾ പറഞ്ഞത്? ആരോടാണ്? സ്വർണ്ണമോതിരം അണിഞ്ഞു വന്ന ആളോട്. ഇനി വ്യക്തമാക്കാം. 1. ഹസദ്. എന്താണ് ഹസദ്? ഉത്തരം, തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് ഹസദ്. 2. തീനത്തുൽ ഖബാൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. തീബത്തുൽ ഖബാൽ ചിലപ്പോൾ ചോദിക്കും. നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വന്നൊഴുകുന്ന ദുർജലമാണെന്ത്? തീനത്തുൽ ഖബാൽ. 3. ധൂർത്ത് പോലെ ഒഴിവാക്കേണ്ട സ്വഭാവം ഏതാണ്? പിശുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യനുകൾ. എല്ലാവരും നന്നായി പഠിക്കുക. ഇനി ഇതുപോലെ മറ്റു വിഷയങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.